Hello guys, welcome back to Flying Frickies. It's me Kiran. It's me Reshma. So നമ്മൾ ഇപ്പോൾ ഉള്ളത് ലിക്കർ പാർട്ടിയിലാണ്. ആക്ച്വലി ലിക്കർ പാർട്ടി എന്ന് പറഞ്ഞത് ആനിമൽ റെസ്ക്യൂവിന്റെ ഒരു ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം ആണ് കേട്ടോ. ഒരു ഈവന്റ് ആണ് നടന്നത്. സോ ഇത് നടന്നത് CSI ഹെറിറ്റേജ് ബംഗ്ലാവ് ഫോർട്ട് കൊച്ചി അവിടെയാണ് നടന്നത്. ആക്ച്വലി ഇത് നടന്നത് കഴിഞ്ഞ കൊല്ലമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കിട്ടിയില്ല ഇത് ഇടാനായിട്ട്. സോ നമ്മളിത് നീണ്ടു പോയി ലാസ്റ്റ് ഈ കൊല്ലം ഇടേണ്ടി വന്നു. സോ സോറി കേട്ടോ. അതെ, കഴിഞ്ഞ ക്രിസ്മസിന് നടത്തിയ പ്രോഗ്രാമാണ്, പക്ഷേ നമുക്ക് ഈ ക്രിസ്മസ് കഴിഞ്ഞപ്പോഴാണ് ഇടാൻ പറ്റിയത്. സോ നമുക്ക് ഇവിടെ കുറെ സ്റ്റാൾസ് ഉണ്ടായിരുന്നു. സ്റ്റാൾസ് എന്ന് പറയുമ്പോൾ ഡോഗ്സിന്റെ ഫുഡ്, ടോയ്സ്, പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇവരുടെ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് ഹാമ്പറും കിട്ടി ഡോഗ്സിന് വേണ്ടിയിട്ടുള്ളത്. ഡോഗ്സിന് മാത്രമല്ല കാറ്റിന്റെ ഉണ്ടായിരുന്നു അതിനകത്ത്. സോ ഇത് ആനിമൽ റെസ്ക്യൂ ഫണ്ട് റൈസിംഗ് ഈവന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ആക്ച്വലി എന്തിനാ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഡോഗ്സിന്റെ ഷെൽട്ടേഴ്സിനും അവരുടെ മെഡിസിൻസിനും പിന്നെ അവരുടെ ഫുഡ്, ഇതിനു വേണ്ടിയൊക്കെയാണ് ഇവരിവിടെ ഫണ്ട് റൈസ് ചെയ്യുന്നത്. Yeah, I have seen his stream and all. You're saying about the treatment and all. It's going very high. Even doctor is a very good. That's why we are doing. Yeah. That's very now for us. We will take discount. Today is very good. Then also we need to sit now for the smoke. But they are giving the medicine. It's a fast recovery. That's why we are doing that. Otherwise, government is not always available. സോ ഇവിടെ നമ്മൾ ആക്ച്വലി കുറെ ഡോഗ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ആക്ച്വലി ഡോഗ്സ് പാർക്കിൽ ഉണ്ടായിരുന്ന ഡോഗ്സ് ഒക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ കുറെ ഡോഗ്സ്, ഇത് കൂടുതലും അഡോപ്റ്റഡ് ആയിട്ടുള്ള ഡോഗ്സ് ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ പല സ്റ്റാൾസും ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സിന്റെ ഉണ്ടായിരുന്നു, ഫുഡിന് ഉണ്ടായിരുന്നു, അങ്ങനെ പല സ്റ്റാൾസും ഉണ്ടായിരുന്നു. ഇവര് സ്റ്റാൾസ് നടത്തി വെച്ചത് ആക്ച്വലി ഇത് ഇവരുടെ ഡോഗ്സിന് വേണ്ടി ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഹെൽപ്പും ഈ ഈവെന്റിന് ഉണ്ടായിരുന്നു. ഇവരൊക്കെ സ്പോൺസേഴ്സും കൂടെ ആയിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്. ജെർമിക്ക് കുറെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയായിരുന്നു ഇവിടെ വന്നപ്പോ. ഓൾറെഡി ഡോഗ്സ് പാർക്കിൽ വെച്ച് പരിചയമുള്ളവരും ഉണ്ട് ഇവിടെ. അപ്പൊ അവൻ എല്ലാരെയും ചെന്ന് നോക്കിയാണ്. നമ്മൾ ആക്ച്വലി നേരത്തെയാണ് ഇവിടെ എത്തിയത്. ആക്ച്വലി ഇത് നമ്മൾ ഒരു ടൈം നോക്കിയപ്പോ ലേറ്റ് ആവുമെന്ന് ഓർത്തിട്ടൊക്കെയാണ് നമ്മൾ വന്നത്. പക്ഷെ നമ്മളിവിടെ പ്രോഗ്രാം തുടങ്ങുന്ന മുമ്പ് തന്നെ ഇവിടെ എത്തിയായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ക്ഷീണം കൊണ്ടൊക്കെ നമ്മൾ ജ്യൂസൊക്കെ കഴിച്ചിട്ടിരിക്കുന്നത്. ഭയങ്കര വെയിലായിരുന്നു ദിവസം വന്നപ്പോൾ. ആക്ച്വലി ഈവന്റ് നടക്കുന്നത് ഈവനിങ് ആണ്, കുറച്ച് ലേറ്റ് ആയിരുന്നു. ഇത് കാലത്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ ആ കാലത്ത് സ്കൂളിലെ കുട്ടികളുമായിട്ട് സം കോമ്പറ്റീഷൻസും ഡ്രോയിങ് കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ കുറെ ഇവന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിന് നമ്മൾ ഇൻവൈറ്റഡ് ആയിരുന്നു, ബട്ട് നമ്മൾ വന്നില്ല. നമ്മൾ ഈവനിങ്ങിലാണ് വന്നത്. ഇവിടെ ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ആക്ച്വലി പെറ്റ് ഷോയും നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഗ്രൂമിങ്ങും ഒക്കെയാണ്. പിന്നെ അതിന്റെ ആക്സസറീസ് ഇവിടെ കിട്ടും. ഇത് റോംസറാക്സിന്റെ ഒക്കെ സ്റ്റാളാണ്. ഇവരും ഇതിന്റെ മെയിൻ സ്പോൺസേഴ്സ് ആണ് കേട്ടോ. മിക്ക ഡോഗ്സ് പാർട്ടീസിന്റെയും സ്പോൺസർ ഇവര് റോംസറാക്സിനാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇത് വരുന്നത് നമ്മുടെ ബെയിലിയാണ്, ജെർമിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഇത് ഡോഗ്സ് പാർക്കിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഡോഗാണ്. ഇവനും റെസ്ക്യൂഡ് ആണ് ആക്ച്വലി. സോ അടുത്തത് ഡോഗ് ടൂൾസും അങ്ങനത്തെ ഇതിന്റെയൊക്കെ ഒരു സ്റ്റാളാണ്. പിന്നെ ആനിമൽ റെസ്ക്യൂവിന്റെ ഒരു അഡാപ്റ്റർ ഡ്രൈവിന്റെ ഒരു സ്റ്റാളുണ്ട്. ആക്ച്വലി ഇവിടെ നമുക്ക് അഡോപ്ഷനും പോകുന്നുണ്ട് ഡോഗ്സിന്റെ. പിന്നെ ഇത് വരുന്നത് ഡോക്ടർ സൂവിന്റെ ഒരു സ്റ്റാളാണ്. സോ ആക്ച്വലി നമ്മുടെ ജെർമിനെ നേരത്തെ പരിചയമുണ്ട് ഇവർക്ക്. നമ്മളെ ജെർമിയുടെ എല്ലാ ട്രീറ്റ്മെന്റും ഇവിടെയാണ് കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഡ്രൈവിൽ വെച്ച് അവര് ഫ്രീ വാക്സിനേഷനും ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ ജെർമിനെ പരിചയപ്പെടാനായിട്ട് അവര് വന്നു. പരിചയപ്പെടാനല്ല, അവര് പെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ നമുക്കിവിടെ ബാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. മ്യൂസിക് ഈവന്റ് ഉണ്ടായിരുന്നു. സോ അതും ഈ ഒരു ഈവന്റിന്റെ ഒരു പാർട്ടായിരുന്നു. സോ അതിനുവേണ്ടി പപ്പയും മമ്മിയും ജെർമിയും കൂടെ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് പോയിരുന്നത്. ആ സമയത്ത് ജെർമിയോട് കളിക്കാനായിട്ട് കുറെ ഡോഗ്സ്, അതിൽ ഒരെണ്ണമാണ് ഇവിടെ കാണുന്നത്. നല്ല കളിയാണ് രണ്ടുപേരും കൂടി ഇരുന്നത്.
ഇതും നമ്മുടെ ഡോഗ്സ് പാർക്കിൽ വരുന്ന ഒരു ഡോഗാണ് കേട്ടോ. ഈ ഡോഗ്സ് പാർക്ക് എന്ന് പറയുമ്പോൾ രാജേന്ദ്ര മൈതാനത്താണ്. ആക്ച്വലി നമ്മൾ എല്ലാ ഞായറാഴ്ച നമ്മൾ അവിടെ പോകാറുണ്ട്. സൺഡേസ് അത് ഡോഗ്സ് പാർക്കാണ്. ഈവനിങ്ങില് മോർണിംഗും ഉണ്ട് ഈവനിങ്ങും ഉണ്ട്. അപ്പൊ നമ്മൾ ഈവനിങ് ഒരു 5 അല്ലെങ്കിൽ 4 പോകുന്നത്. ഒരു 8 വരെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഫോറിനേഴ്സും ആക്ച്വലി ഈ ഇവന്റിന് വന്നായിരുന്നു. ഈ ഫോർട്ട് കൊച്ചി ആണല്ലോ, അപ്പൊ ഫോറിനേഴ്സൊക്കെ ഇവിടെ വന്നായിരുന്നേ. പിന്നെ ഗസ്റ്റ് ആയിട്ട് ഫിലിം ഫീൽഡിലുള്ളവരും വന്നിട്ടുണ്ടായിരുന്നു. അവരവരുടെ പെറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പെറ്റിനോടുള്ള ഒരു കെയറും ലവും കാണിക്കാൻ വേണ്ടിയും മറ്റുള്ളവർക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയും കൂടെയാണ് വന്നത് ഇവിടെ. ഇത് ജെർമിനെ വിളിക്കുകയാണ്. ആക്ച്വലി ജെർമി മൈൻഡൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇവിടെ പിന്നെ ഒരു ചെറിയൊരു ഗെയിം പോലെ ഇവിടെ ബെസ്റ്റ് ഫോട്ടോ എടുക്കുന്നവർക്ക് ഒരു പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഫ്രെയിമിൽ നമ്മള് ഫോട്ടോ എടുക്കണം. അതാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ അലക്സ. സോ അലക്സനെ നമ്മൾ ഡോഗ്സ് പാർക്കിൽ തന്നെയാണ് പരിചയപ്പെട്ടത്. പിന്നെ ഇവിടെ വന്ന് പിന്നെ നമ്മുടെ പരിചയമൊക്കെ പുതുക്കിയായിരുന്നു. ഇപ്പൊ നമ്മൾ ഒരു നല്ലൊരു ബെസ്റ്റ് ബഡ്ഡിയാണ് അലക്സയും ജെർമിയും കൂടി. മമ്മി അതിനിടക്ക് ഷിസുവിനെയൊക്കെ പെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആക്ച്വലി അവരെ ഗ്രൂം ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് നിർത്തിയേക്കെന്ന് പറയാം, ഷോയ്ക്ക് ഇറക്കാൻ വേണ്ടി. ഇവര് ഡോഗ്സിന്റെ ഫാഷൻ ഷോയും കൂടെ ഉണ്ടായിരുന്നു. സോ അതിനുവേണ്ടി ഇവര് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. സോ ഇവിടെ നമ്മുടെ നിമക്കിരന്റെ ഫേസ് പെയിന്റിംഗ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ഇതിന്റെ ഡ്രോ ചെയ്യണ ഒരു വീഡിയോ, ഫുൾ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. നിമ നല്ല അടിപൊളിയായിട്ട് ഫേസ് പെയിന്റ് ചെയ്ത് തരും. ആക്ച്വലി പിള്ളേർക്ക് ഇപ്പൊ പാർട്ടീസ് ഒക്കെ വരുമല്ലോ, ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ. അപ്പൊ മിക്കവരും വിളിക്കുന്നതാണ് നിമേനെ. നിമയ്ക്ക് ഫേസ് പെയിന്റിങ്, പല ആർട്ട് വർക്ക്സും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളിവിടെ നമ്പർ ഇവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ നിമേനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി വിളിക്കാവുന്നതാണ്. ഇപ്പൊ ഇതൊരു ട്രെൻഡിങ് ആണ് പിള്ളേരുടെ ഇടയിൽ ഫേസ് പെയിന്റിങ് വന്നിട്ട്. സോ എല്ലാ പരിപാടിക്കും, പിള്ളേരുടെ പരിപാടിക്കെല്ലാം ഇപ്പൊ പാരന്റ്സ് സെലക്ട് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഒരു തിങ് ആണ്. സോ മോൾട്ടന്റെ ഫേസ് പെയിന്റിങ് കഴിഞ്ഞു. ഇനി മമ്മിക്ക് ഫേസ് പെയിന്റ് ചെയ്യാനുള്ള ഒരു ഇത് തയ്യാറെടുപ്പാണ്. സോ അതിനു മുമ്പ് ഇതാണ് നിമ്മക്കിരന്റെ ഒരു ബാനർ. അപ്പോൾ നോക്കി അറിയാൻ പറ്റും. ഇത് ഫേസ്ബുക്ക്, ഇൻസ്റ്റയിലൊക്കെ വരുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ. സോ മമ്മി ഫേസ് പെയിന്റ് ചെയ്യാൻ വേണ്ടി റെഡിയാകാണ്. പെയിന്റിങ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ഫുൾ ലെങ്ത് വീഡിയോ നമ്മൾ നേരത്തെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് കിഡാണ് മമ്മി. ഇത്ര ഏജിലുള്ള ഒരാള് ഫസ്റ്റ് ടൈമാണ് മമ്മി ഫേസ് പെയിന്റിങ് ചെയ്യുന്നത്. കറക്റ്റ്. മമ്മി അത് ഇട്ടേ പിന്നെ പാറിപ്പറന്ന് നടക്കുകയായിരുന്നു. സോ കുറെ ഡോഗ്സും ആൾക്കാരും വന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. ഇപ്പോ ഓൾമോസ്റ്റ് മിക്കവരും ഇവിടെ വന്നിട്ടുണ്ട് പാർട്ടിയിൽ, ഐ മീൻ ഈ ഇവന്റിൽ പങ്കെടുക്കാനായിട്ട്. ഇതാണ് അർച്ചന കവിയാണ് കാണുന്നത്. അങ്ങനെ പല സെലിബ്രിറ്റീസും വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഞാനത് എടുത്ത് പറയണില്ല, നിങ്ങൾക്ക് കാണാം.
ഈവന്റ് സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി മ്യൂസിക് ഈവന്റ് ആണ് ഫസ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിന്റെ പാട്ടും നമ്മൾ ഇടുന്നില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കുന്ന കാരണം നമ്മൾ ഇട്ടില്ലായിരുന്നു. സോ അർച്ചന കവി ആക്ച്വലി ഡോഗ്സിനെ അഡോപ്റ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ വേറെയും ആക്ടേഴ്സ്, ഐ മീൻ ആക്ടേഴ്സും സെലിബ്രിറ്റീസും അവർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് വരുന്നത് വിൻസി അലോഷ്യസ് ആണ്. നമ്മൾ കൂടി ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ പുള്ളിക്കാരത്തേക്ക് ഉണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ നമ്മളോടൊക്കെ. എനിക്കിവിടെ മറ്റേ ആക്ടേഴ്സിനെ പോലെ ഒന്നും നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ നമ്മുടെ ഐബിഡൻ സാറാണ് ഇനോഗ്രേഷനും. പുള്ളി ഇവിടുത്തെ മെയിൻ ഗസ്റ്റ് ആണെന്ന് പറയാം. ഏത് ഇവന്റ് നടന്നാലും പുള്ളി വരും. അതെ, പുള്ളി ഡോഗ്സിന്റെ വലിയൊരു ഫാനാണ്. അപ്പോ പിന്നീടാണ് പോസ്റ്റർ അയച്ചു തന്നപ്പോ കാര്യം മനസ്സിലായത്. What is happening there and enjoy the evening and as Habi sir പറഞ്ഞ മാതിരി this is a cultural transformation. കേരളം എപ്പോഴും പലതിനും മുന്നിലാണ്. അപ്പോൾ അതുമാതിരി തന്നെ ഇതിലും ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജേർണി അലോങ് വിത്ത് ഈ മിണ്ടാപ്രാണികൾ. നമ്മൾ ഒരു 6-7 ആൾക്കാരുണ്ട്, നായ്ക്കുട്ടികൾ. അപ്പം ഞാൻ റെസ്ക്യൂ ചെയ്തതും അല്ലാണ്ട് ബുദ്ധിയില്ലാത്ത സമയത്ത് ബ്രീഡറിൻ്റെ അടുത്തുനിന്ന് എടുത്തൊരു ബ്രീഡ് ഡോഗും എല്ലാം ഉണ്ട്. സോ നമ്മളൊക്കെ ഇവിടെ വന്നവർക്കൊക്കെ ബ്രീഡായിട്ടോ ഇന്ത്യയായിട്ടോ ഒക്കെ നായ്ക്കുട്ടികളുള്ള ആൾക്കാരാണ് മിക്ക ആൾക്കാരും. സോ നമ്മുടെ നായ്ക്കുട്ടികളും ഈ പുറത്തുള്ള സ്ട്രേസും തമ്മിൽ ഒരു വ്യത്യാസമില്ല, അവരുടെ രൂപത്തിൽ മാത്രമാണ് വ്യത്യാസം. സോ അത് നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് ഇവർക്ക് സജി മിഥിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡോപ്ഷൻ. ഇവളെൻ്റെ അഡോപ്റ്റഡ് ഡോഗാണ്. കുക്കി ഈസ് അനദർ ഗോൾഡൻ റിട്രീവറായി അഡോപ്റ്റഡ്. എനിക്ക് കല്യാണി എന്ന് പറയുന്ന സ്ട്രീറ്റ് ഡോഗ് ഉണ്ട്, റെസ്ക്യൂ ചെയ്തതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഡോഗ് പേഴ്സൺ, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 8 to 10 ഡോഗ്സിൻ്റെ ഒരു ചരിത്രം എനിക്കും ഉണ്ട്. അപ്പോൾ അതിൽ വളരെയധികം പ്രൗഡുമാണ് റെസ്ക്യൂയും ഇതുപോലെ നമ്മുടെ അപർണ. സോ നെക്സ്റ്റ് വരുന്നത് കിഡ്സും ഡോഗും തമ്മിലുള്ള ഫാഷൻ ഷോയാണ്. സോ കിഡ്സും അവരുടെ പെറ്റ്സ് ആയിട്ട് ഇങ്ങനെ വന്ന് ഷോയിൽ കാണുന്നതാണ് നമ്മൾ കാണുന്നത്. നല്ല ക്യൂട്ടായിരുന്നു കാണാൻ. ഓരോ പിള്ളേര് അവരുടെ പെറ്റ്സ് ആയിട്ട് വരുന്നത്. സോ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടൊക്കെയാണ് വരുന്നത്, പെറ്റ്സും കിഡ്സും കൂടെ. സോ അടിപൊളിയായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ. നമ്മളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസും ആണിത്. കിഡ്സ് മാത്രമല്ല മുതിർന്നവരും ഷോ നടത്തുന്നുണ്ടായിരുന്നു. സോ ഇത് നല്ലൊരു അനുഭവമായിരുന്നു നമുക്കൊരു ഫസ്റ്റ് ടോപ്പ് ഫാഷൻ ഷോ കാണുന്നത്.
നമ്മളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. ലാസ്റ്റ് മൊമെന്റിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആക്ച്വലി നമ്മൾ നേരത്തെ പേരൊന്നും കൊടുത്തില്ല, നമുക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഉണ്ട്, ഓക്കെ എല്ലാവരും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളും ജസ്റ്റ് കൊടുത്തു. എന്നിട്ട് കിരണും ജെർമിയും കൂടിയാണ് കയറിയത്. ആക്ച്വലി നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ജെർമിക്ക് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ലൊരു ടിപ് ടോപ്പിൽ നമ്മൾ വന്നതാണ്. ഇതിപ്പോ ജസ്റ്റ് വെറുതെ കയറി ഇറങ്ങി പോവാ എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. ആക്ച്വലി അവിടെ ഉള്ള വലിയവരൊക്കെ അങ്ങനെയാണ്, ജസ്റ്റ് അപ്പൊ വന്ന് രജിസ്റ്റർ ചെയ്ത് ചുമ്മാ ഒരു ജസ്റ്റ് ഫോർ എ ഫൺ ഷോ എന്നുള്ള രീതിയിൽ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നതായിരുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ചെറിയൊരു ഈവന്റ്. സ്പേസസ് നമുക്ക് കാണാൻ പറ്റി ഇവിടെ. അതുപോലെ തന്നെ ആർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇവന്റ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആർക്കിനെ കഴിവിന്റെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ. ബൈ.